ഭാര്യയെയും ഭാര്യാമാതാവിനെയും മർദ്ദിച്ച പോലീസുകാരനെതിരെ കേസ്. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സദക്കത്തുള്ളക്കെതിരെയാണ് കേസ്. ഭാര്യയുടെ പരാതിയിൽ വാഴക്കാട് പോലീസാണ് കേസെടുത്തത്. മർദ്ദനത്തിൽ ഭാര്യാമാതാവിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, എന്താണ് ഇയാൾക്കെതിരെ ഭാര്യ പരാതി നൽകിയത്? അമൃത, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബുധനാഴ്ച ആണ് ഈ കേസിന് സംഭവം ഉണ്ടാകുന്നത്. 2013 ഇയാൾ ചെറുവായൂർ സ്വദേശിയെ വിവാഹം കഴിക്കുന്നത്. അന്ന് 20 പവൻ സ്വർണ്ണാഭരണം നൽകിയിരുന്നു. എന്നാൽ ഈ സ്വർണ്ണാഭരണം മുഴുവൻ ഇയാൾ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. പിന്നീട് കൂടുതൽ സ്വർണവും പണവും ആവശ്യപ്പെട്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. തുടർന്ന് ഇവർ അകന്നു കഴിയുകയായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി മക്കളെ കാണാൻ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തത്. പരാതിക്കാരിയുടെ പിതാവിനെ ആദ്യം അടിച്ചത്, പിന്നീട് ബൈക്കിന്റെ ചാവി കൊണ്ട് ഇടതു കണ്ണിന് താഴെ കുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. തടയാൻ വന്ന പരാതിക്കാരിയെയും നെഞ്ചിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ പരാതിക്കാരുടെ ഉമ്മയെയും ഇത്തരത്തിൽ ചവിട്ടി പരിക്കേൽപ്പിച്ചു. മാത്രമല്ല കൈ പിടിച്ച് ഓടിക്കുകയും കൈവിരലുകൾ ഒക്കെ എല്ലിന് പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വാഴക്കാട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇദ്ദേഹം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. ഈ ഭാര്യയെ മർദ്ദിച്ച് പറയുന്ന സദക്കത്തുള്ള ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വാഴക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.